ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഏജേഴ്സ് ഓൺ. അപ്പൊ ഇന്ന് നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിന് കുറച്ചധികം തീരുമാനങ്ങൾ ഡിസിഷൻസ് അവര് എടുത്തിട്ടുണ്ട്. അപ്പോ അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത് മോസ്റ്റ് പ്രോബബ്ലി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തന്നെയായിരിക്കും ഉണ്ടാവുക. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നിങ്ങൾക്കറിയുന്നുണ്ടാവും. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഇപ്പോഴത്തെ റാങ്ക്സിന്റെ വാലിഡിറ്റി 2026 ജൂലൈ വരെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് അവർ നേരത്തെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ആ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി കഴിയുമ്പോൾ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു ക്ലാരിറ്റി വരുത്താനുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും ജൂൺ 16, 17 ഒക്കെ ആകുമ്പോഴായിരിക്കും ഒരു ഗസറ്റിൽ വരുന്നുണ്ടാവുക. ഗസറ്റിൽ വന്നിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഗസറ്റിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഇത് അറിയാൻ വേണ്ടി പറ്റും. ഇത് ജനറൽ റിക്രൂട്ട്മെന്റ് തന്നെയാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്നില്ലാതെ നമുക്ക് അവിടെ ഒന്ന് ക്ലാരിറ്റി വരുത്താനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലാരിറ്റി വരുത്താനുണ്ട്. മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജനറൽ റിക്രൂട്ട്മെന്റ് എന്ന രീതിയിൽ കൊടുത്തോണ്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിലൊരു ക്ലാരിറ്റി നമുക്ക് എന്തായാലും വരുത്താനുണ്ട്. ഓക്കെ, നമുക്ക് ജൂൺ മാസം പകുതി ആകുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എനിവേ നമുക്കത് നോക്കാം. അപ്പോൾ ജൂൺ മാസം മെയ് മാസം 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ BTech ഫൈനൽ ഇയേഴ്സിന്റെ റിസൾട്ട് അവിടെ വരുന്നുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അതുകൂടാതെ നമ്മുടെ ഫോർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഉണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഉണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ വർക്കറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മളെ കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ട്. ഇതൊക്കെ സ്റ്റേറ്റ് വൈഡ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ റാങ്ക് ലിസ്റ്റ് അവിടെ കഴിഞ്ഞാണ്, അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനെല്ലാവരും അപ്പോയിന്റ്മെന്റ് പോയതാണോ ഡൗട്ട് ഉണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വരുന്ന ദിവസങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാണ് വർക്കർ നോട്ടിഫിക്കേഷൻ. പക്ഷെ ഇതിൽ വർക്കർ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇലക്ട്രിസിറ്റി വിങ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വർക്കർ എന്നുള്ള രീതിയിലാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. നിങ്ങൾ മുന്നേ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തൃശ്ശൂർ കോർപ്പറേഷനിൽ മുന്നേ നമ്മളെ സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലൊക്കെ നോട്ടിഫിക്കേഷൻ മുന്നേ വന്നില്ലായിരുന്നു. നിങ്ങൾ അതിന്റെ മുന്നത്തെ PSCയുടെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ 2012 കാലഘട്ടത്തിലൊക്കെ ഈ ഒരു രീതിയിൽ അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പോഴെന്താ അവിടെ വർക്കർ നല്ല രീതിയിൽ അവിടെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇലക്ട്രിസിറ്റി വിങ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇലക്ട്രിസിറ്റി വർക്കർ എന്നിവർ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ, മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ്. പിന്നെയുള്ള നമ്മളെ ഇലക്ട്രിസിറ്റി വർക്കർ എന്നുള്ള രീതിയിൽ അവിടെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇലക്ട്രിക്കലിന്റെ കേസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമുക്ക് ഏറ്റവും അവസാനം, അതായത് ജൂൺ 17-നൊക്കെ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ജൂൺ 17 ഗസറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അന്നേരം മാത്രമായിരിക്കും കൂടുതലായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.